LDF-ലെ പ്രതിപക്ഷ ഉപനേതാവ് തർക്കം ഇതാ ദേശീയ നേതൃത്വത്തിലേക്ക് കൂടി പോവുകയാണ്. ഇന്ന് ചേരുന്ന CPI കേന്ദ്ര സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും. CPIഎമ്മുമായി നടത്തിയ ചർച്ചകൾ നേതൃത്വം വിലയിരുത്തും. CPIഎം ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നതും CPIയുടെ പരിഗണനയിൽ ഉണ്ട്. ഉപനേതാവ് സ്ഥാനം ലഭിച്ചില്ല എങ്കിൽ നിയമസഭയിൽ CPIഎമ്മുമായി സഹകരിക്കാതിരിക്കുന്നത് CPIയുടെ പരിഗണനയിലുണ്ട്. ഇക്കാര്യം കേന്ദ്ര നേതൃത്വം ചർച്ച ചെയ്യും. നാളെ ദില്ലിയിൽ CPI കേന്ദ്ര എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട്. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. നോബിൾ, ഗുഡ് മോർണിംഗ്. നോബിൾ, LDF കൺവീനർ TP രാമകൃഷ്ണനും ബിനോയ് വിശ്വവും നേരിട്ട് MN സ്മാരകത്തിൽ കൂടിക്കാഴ്ച നടത്തി. എന്നിട്ടും തീരുമാനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതിപ്പോൾ പുറമെ രണ്ട് കൂട്ടരും അവരവരുടെ ഭാഗം പറഞ്ഞുപോയി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ആര് പിന്നോട്ട് പോകും എന്നുള്ളതാണ്. കീഴ്വഴക്കങ്ങൾ പാലിച്ച് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് പിണറായി വിജയൻ തന്നെയാണ് പറഞ്ഞത്. കീഴ്വഴക്കങ്ങളെക്കാൾ പ്രധാനപ്പെട്ടതാണ് LDFന്റെ രാഷ്ട്രീയം എന്നുള്ളത് ബിനോയ് വിശ്വവും തുറന്നു പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും? ഈ കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലിൽ സംസ്ഥാന നേതൃത്വം CPIക്ക് എത്രത്തോളം പ്രതീക്ഷയുണ്ട്? ഷിയാസ്, കേരളത്തിലെ പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPIക്ക് എല്ലാ തരത്തിലുമുള്ള അർഹത ഉണ്ട് എന്നാണ് CPI കേന്ദ്ര നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ ദിവസം D രാജ ഇക്കാര്യം വാർത്താസമ്മേളനത്തിലടക്കം അറിയിക്കുകയും ചെയ്തിരുന്നു. നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സംസ്ഥാനത്തെ ചർച്ചകളിൽ ഒരു തരത്തിലുമുള്ള മേൽക്കൈ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള പോസിറ്റീവായ തീരുമാനം ഇതുവരെ CPIഎമ്മിന്റെ ഭാഗത്ത് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ചേരുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗം ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ചർച്ചയിൽ ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി തന്നെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ട അടക്കമുള്ള കാര്യങ്ങൾ എന്താണെങ്കിലും വേണമെങ്കിൽ CPIഎമ്മിന്റെ കേന്ദ്ര നേതൃത്വവുമായി ഈ വിഷയത്തിൽ ചർച്ച അടക്കം നടത്താനും നിലവിൽ ആലോചനയുണ്ട്. നേരത്തെ MA ബേബിയുമായി D രാജ ഇക്കാര്യത്തിൽ ഒരു അനൗദ്യോഗിക ചർച്ച നടത്തിയിരുന്നു. ആ സമയത്ത് സംസ്ഥാനത്ത് ഇതിലൊരു തീരുമാനം ഉണ്ടാകട്ടെ, എന്നിട്ടാകാം ബാക്കി കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടുന്നത് എന്നൊരു തീരുമാനമാണ് അന്നുണ്ടായത്. പക്ഷേ സംസ്ഥാനത്ത് നടക്കുന്ന ചർച്ചകളൊന്നും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. CPIഎം ഇതുവരെ ഈ നേതൃസ്ഥാനം CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം നൽകാൻ തയ്യാറാകുന്ന സാഹചര്യമുണ്ട്. സ്വാഭാവികമായും കേന്ദ്ര നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടും എന്ന പ്രതീക്ഷയാണ് എന്താണെങ്കിലും ഇപ്പോൾ പ്രധാനമായി ഉയരുകയും ചെയ്യുന്നത്. നിലവിലത്തെ സാഹചര്യത്തിൽ ഇന്ന് നടക്കുന്ന കേന്ദ്ര സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഈ വിഷയം വിശദമായി തന്നെ ചർച്ച ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ എങ്ങനെയായിരിക്കണം ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, സംസ്ഥാന ചർച്ചകൾ നടത്തണോ അതല്ല ദേശീയ തലത്തിൽ കേന്ദ്ര നേതൃത്വം MA ബേബിയുമായി ചർച്ചകൾ നടത്തുന്ന അടക്കമുള്ള ചർച്ചകളായിരിക്കും ഉയരുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ CPIയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗവും ചേരുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ ഈ സെപ്റ്റംബർ മാസത്തിൽ ദില്ലി ചലോ എന്ന് പറയുന്ന മാർച്ച് CPI സംഘടിപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ കൂടിയാണ് ഇന്നത്തെ ചർച്ചയിൽ പ്രധാന അജണ്ടകളിൽ ഒന്ന്. പക്ഷേ നിലവിൽ CPIക്ക് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കേരളത്തിൽ ലഭിച്ചില്ലെങ്കിൽ കൂടുതൽ കടുത്ത നടപടി സ്വീകരിക്കാൻ നിലപാടാണ് പാർട്ടിക്കകത്തൊരു പൊതുവികാരമുള്ളത്. കാരണം എക്കാലത്തും ഇങ്ങനെ CPIഎമ്മിനൊപ്പം അടിമകളായി നിന്ന് പണിയെടുക്കാൻ അത്തരത്തിൽ CPIഎം പറയുന്ന എല്ലാം കേട്ട് മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു പ്രതിസന്ധി അടക്കം CPI വിലയിരുത്തുകയും ചെയ്തു. കാരണം തെരഞ്ഞെടുപ്പിലടക്കം വലിയ തിരിച്ചടിയുണ്ടായ സാഹചര്യമുണ്ട്. ഇനിയും തിരുത്തൽ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നൊക്കെ CPIക്ക് പറയാം. അതുകൊണ്ട് തന്നെ എന്താണെങ്കിലും ദേശീയ നേതൃത്വം ഇപ്പോഴും ഈ പറഞ്ഞ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വേണം എന്ന നിലപാട് ഉറച്ചു നിൽക്കുകയാണ്. ആ തീരുമാനം ഉറച്ചു നിന്നുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ദേശീയ തലത്തിലേക്ക് ചർച്ചകൾ മാറ്റാനുള്ള തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്.